ഇപ്പോൾ കിട്ടിയൊരു പ്രധാന വാർത്തയിലേക്ക്. കരുനാഗപ്പള്ളി സന്തോഷ് കൊലക്കേസിൽ മുഖ്യപ്രതി ആലുവ അതുൽ പോലീസിന് മുന്നിൽ നിന്നും രക്ഷപ്പെട്ടു. ആലുവയിൽ വെച്ച് വാഹന പരിശോധന നടക്കുന്നതിനിടയിലായിരുന്നു സംഭവം. പ്രതി സഞ്ചരിച്ച കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കാർ ഉപേക്ഷിച്ച് ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സംഭവ സമയം ഭാര്യയും കുഞ്ഞും ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. രാജ്കുമാർ ഇപ്പോൾ നിലവിൽ നമ്മളോടൊപ്പം ചേരുമെന്നാണ് വിശ്വസിക്കുന്നത്. ഭാര്യയും കുഞ്ഞിനെയും പോലീസിന് മുന്നിൽ ഉപേക്ഷിച്ചാണ് ആലുവ അതുൽ രക്ഷപ്പെട്ടത്. ആലുവ എടത്തല ഭാഗത്ത് വെച്ചാണ് പ്രതി രക്ഷപ്പെട്ടതെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കരുനാഗപ്പള്ളി സന്തോഷ് കൊലക്കേസിൽ അന്വേഷണം ഊർജിതമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണിത്. മുഖ്യപ്രതി ആലുവ അതുലാണ് പോലീസിന് മുന്നിൽ നിന്നും രക്ഷപ്പെട്ടത്. ആലുവയിൽ വെച്ച് വാഹന പരിശോധന നടക്കുന്നതിനിടെയായിരുന്നു സംഭവം. പ്രതി സഞ്ചരിച്ച കാർ നിലവിൽ പോലീസ് കസ്റ്റഡിയിലുണ്ട്. പോലീസിന് മുന്നിൽ വെച്ച് കാർ ഉപേക്ഷിച്ച് ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. സംഭവ സമയത്ത് കാറിൽ ഇയാളുടെ ഭാര്യയും കുഞ്ഞും ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഭാര്യയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചാണ് ആലുവ അതുൽ രക്ഷപ്പെട്ടത്. ആലുവ എടത്തല ഭാഗത്ത് വെച്ചാണ് പ്രതി രക്ഷപ്പെട്ടതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കരുനാഗപ്പള്ളി സന്തോഷ് കൊലക്കേസ് വളരെയധികം കൃത്യമായ രീതിയിൽ അന്വേഷണം ഊർജിതമായി പ്രതിക്കായിട്ട് വലവീശി പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ പ്രതിയെ ലൊക്കേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്. ആലുവയിൽ വെച്ച് വാഹന പരിശോധന നടക്കുന്നതിനിടെയായിരുന്നു ഈ മുഖ്യപ്രതി എന്ന് പറയുന്ന ആലുവ അതുൽ പോലീസിന് മുന്നിൽ എത്തപ്പെട്ടത്. ആ സമയം അദ്ദേഹം വാഹനത്തിൽ അയാളുടെ ഭാര്യയോടും കുഞ്ഞിനോടൊപ്പം വാഹനത്തിൽ സഞ്ചരിക്കുന്ന സമയത്തായിരുന്നു ഈ വാഹന പരിശോധനയിൽ ഈ ഒരു വാഹനം എത്തപ്പെട്ടത്. അവിടെ പോലീസ് എത്തിയെന്ന് കണ്ടപ്പോൾ പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടയിൽ വെച്ച് ഈ വാഹനവും സ്വന്തം ഭാര്യയും കുഞ്ഞിനെയും അവിടെ ഉപേക്ഷിച്ച് അയാൾ ഇറങ്ങി ഓടുകയായിരുന്നു. ഇപ്പോൾ പോലീസ് കൃത്യമായ രീതിയിൽ അന്വേഷണത്തിനായിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കൊല്ലം കരുനാഗപ്പള്ളിയിലെ സന്തോഷിന്റെ കൊലപാതകത്തിലെ മുഖ്യപ്രതി ആലുവ അതുലാണ് ഇപ്പോൾ പോലീസിന് മുന്നിൽ നിന്നും രക്ഷപ്പെട്ടത്. ആലുവയിൽ വെച്ച് വാഹന പരിശോധനയ്ക്കിടെയായിരുന്നു സംഭവം. അയാൾ സഞ്ചരിച്ചിരുന്ന വാഹനം പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. കാറിൽ അയാളുടെ ഭാര്യയും കുഞ്ഞും ഉണ്ടായിരുന്നു. ഭാര്യയും കുഞ്ഞിനെയും ഈ വാഹന പരിശോധനയ്ക്കിടയിൽ പോലീസിന് മുമ്പിൽ നിർത്തിയിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ആ വാഹനവും ഭാര്യയും കുഞ്ഞിനെയും അവിടെ ഉപേക്ഷിച്ചാണ് ഈ പ്രതി ഇറങ്ങി ഓടുകയുണ്ടായിട്ടുള്ളത്. പ്രതി സഞ്ചരിച്ച കാറ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഈ കാറ് പോലീസ് തടയുകയായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് കാറിൽ നിന്നും ഇയാൾ ഇറങ്ങി ഓടി രക്ഷപ്പെട്ടത്. ഇയാളുടെ ഭാര്യയും കുഞ്ഞിനെയും കാറിൽ ഉപേക്ഷിച്ചായിരുന്നു ഈ പ്രതി ഇങ്ങനെ പോലീസിന്റെ മുന്നിൽ നിന്നും ഓടി രക്ഷപ്പെട്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ആലുവ എടത്തല ഭാഗത്ത് വെച്ചാണ് പ്രതി രക്ഷപ്പെട്ടത്. കരുനാഗപ്പള്ളി സന്തോഷ് കൊലക്കേസിൽ അന്വേഷണം ഊർജിതമായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. രാജ്കുമാർ ഉണ്ട് വിശദാംശങ്ങളുമായി. രാജ്കുമാർ, എന്താണ് നിലവിലത്തെ സാഹചര്യം? അതായത് ഈ സന്തോഷ് കൊലക്കേസിലുള്ള പ്രതികൾക്ക് വേണ്ടി പോലീസ് വലിയൊരു അന്വേഷണവും തെരച്ചിലാണ് നടത്തി വന്നുകൊണ്ടിരുന്നത്. ഇതിനിടെ മുഖ്യപ്രതി ആലുവ അതുൽ എന്ന് വിളിക്കുന്ന ഇയാൾ പോലീസിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടു. ആലുവയിൽ വെച്ച് വാഹന പരിശോധനയ്ക്കിടെയായിരുന്നു സംഭവം. പ്രതി സഞ്ചരിച്ച കാർ പോലീസ് തടഞ്ഞു. കാർ ഉപേക്ഷിച്ച ഇയാൾ ഓടി രക്ഷപ്പെട്ടു. ഈ സംഭവ സമയം ഭാര്യയും കുഞ്ഞും ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നു. ഭാര്യയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചാണ് ആലുവ അതുൽ രക്ഷപ്പെട്ടത്. ഇപ്പോൾ ഈ ആലുവ എടത്തല ഭാഗത്ത് വെച്ചാണ് ഈ പ്രതി രക്ഷപ്പെട്ടത്. വീണ്ടും ആലുവ ഉൾപ്പെടുന്ന എറണാകുളം മുഴുവനുമുള്ള പോലീസ് അലർട്ടായിട്ടുണ്ട്. ആ ഭാഗത്തുള്ള പോലീസ് ഇപ്പോൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തെരച്ചിൽ വ്യാപിപ്പിച്ചിരിക്കുകയാണ്. അതേസമയം തന്നെ ഈ കേസിൽ ഇതിൽ ക്രൈം സീനിൽ പങ്കെടുത്ത രാജപ്പൻ എന്ന കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത രാജപ്പനും അയാൾക്ക് സഹായം ചെയ്ത വാഹനം കൊടുത്ത കുക്കു എന്ന മനുവിന്റെയും അറസ്റ്റ് പോലീസ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിന്ധൂരി. ഓക്കെ, വ്യക്തമാണ് രാജ്കുമാർ. കൊല്ലം കരുനാഗപ്പള്ളിയിലെ സന്തോഷിന്റെ കൊലപാതകത്തിലെ മുഖ്യപ്രതി ആലുവ അതുലാണ് ഇപ്പോൾ പോലീസിന് മുന്നിൽ നിന്നും ഓടി രക്ഷപ്പെട്ടത്. ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കി പോലീസ് ഇപ്പോൾ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. രാജ്കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.